ഐഫോണിൻ്റെ ഏറ്റവും പുതിയ 17 സീരീസ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 4 മോഡലാണ് വന്നിരിക്കുന്നത്. 17, എയർ, പ്രോയ്, പ്രോ മാക്സ്. അതിനകത്ത് പ്ലസ് എന്ന് പറയുന്ന മോഡലിനെ റീപ്ലേസ് ചെയ്താണ് എയർ വന്നിരിക്കുന്നത്. 17 പഴയ മോഡലുമായിട്ട് ഡിസൈന് വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഫീച്ചേഴ്സിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുന്നുണ്ട്. ആൻറ്റി റിഫ്ലക്റ്റിംഗ് കോട്ടിങ് വരുന്നുണ്ട്. പുതിയ പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, A19. പിന്നെ ബാക്കിൽ ക്യാമറ വരുമ്പോഴത്തേക്കും 48 MB ഡുവൽ ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ മാറ്റമുണ്ട്. 18 MB സെൽഫി ക്യാമറയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പിൽ അവർ പറയുന്നത് വീഡിയോ പ്ലേ ബാക്ക് 30 മണിക്കൂറാണ് പറയുന്നത്. 1,00,000 രൂപയ്ക്ക് താഴെ വരുന്ന ഐഫോണുകൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ പുതിയതാണെങ്കിലും ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവരെ ഒരു 2020 കൂട്ടിക്കൊണ്ടു പോകുന്ന സ്പെസിഫിക്കേഷനാണ് ഇതൊക്കെ. അടുത്തത് വരുന്ന ഐഫോൺ എയർ ആണ്. ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ എന്നുള്ള വിശേഷണത്തോടുകൂടിയാണ് മോഡൽ വന്നിരിക്കുന്നത്. അത് ശരിയാണ്. 5.6 mm തിക്നെസ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. വെയിറ്റ് ആണെങ്കിലും 165 ഗ്രാം മാത്രമാണുള്ളത്. ടൈറ്റാനിയം ഫ്രെയിമോട് കൂടിയാണ് ഈ മോഡൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒടിയാനോ വളയാനോ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. പ്രോസസ്സർ ഇതിൽ വരുന്നത് A19 Pro ആണ്. അതിനകത്ത് പ്രോയിലും പ്രോ മാക്സിലും വരുന്ന പ്രോസസ്സറുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 6 കോർ വരുന്നുണ്ട്, ഇതിലേക്ക് 5 കോറാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമാണ് പ്രോസസ്സർ വരുന്നത്. ക്യാമറ വരുമ്പോൾ സിംഗിൾ ക്യാമറയാണ്. 48 MB ഫ്യൂഷൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ വരുമ്പോഴത്തേക്കും 18 MB സെയിം ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 27 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കമ്പനി പറയുന്നുണ്ടെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി പവർ ബാങ്കോ മാക്സേഫോ എന്തെങ്കിലും കരുതി വെക്കുന്നത് നല്ലതാണ്. പ്രോയ്ക്കും പ്രോ മാക്സിനും ഡിസ്പ്ലേ സൈസിലും ബാറ്ററി ബാക്കപ്പിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ഡിസ്പ്ലേ വരുമ്പോഴത്തേക്കും പ്രോ മാക്സിന് വരുന്നത് 6.9 ഇഞ്ചും പ്രോയിലേക്ക് വരുമ്പോഴത്തേക്കും 6.3 ഇഞ്ചുമാണ് വരുന്നത്. പിന്നെ ടൈറ്റാനിയം ബോഡി ഈ പ്രാവശ്യം ഒഴിവാക്കി അലുമിനിയം യൂണിബോഡി ഡിസൈൻ എന്നുള്ള ഫ്രീക്ക് പേരൊക്കെ ഇട്ട് വീണ്ടും അലുമിനിയം ഫ്രെയിം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. 48 MB 3 ക്യാമറ സെറ്റപ്പാണ് ഈ പ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. കൂടെ 8x ഒപ്റ്റിക്കൽ സൂമിങ്ങും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ 12 MB എന്നുള്ളത് 18 MB മാറിയിട്ടുണ്ട്. അതിൽ സെൻറ്റർ സ്റ്റേജ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചർ പുതുമയാണ്. പ്രോസസ്സർ വരുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ A19 Pro ആണ് വരുന്നത്. ഹീറ്റ് കുറയ്ക്കാനായിട്ട് വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 17 ഒഴിച്ച് ബാക്കി മോഡലുകളിലെല്ലാം ഈ പ്രാവശ്യം ഡിസൈന് ഒരു വെറൈറ്റി പിടിച്ചിട്ടുണ്ട്. അത് താനല്ലയോ ഇതെന്ന് തോന്നുന്ന രീതിയിൽ പലയിടത്തും ചായ കാച്ചിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും കുറേ കാലത്തിന് ശേഷം ഒരു ഡിസൈനിലുള്ള ഒരു ചേഞ്ച് ഐഫോൺ പ്രേമികൾക്ക് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്.